മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരം ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും ഉണ്ടാവുക. എന്നാൽ മലയാള സിനിമയിലെ ഏറ്റവും സമ്പന്നൻ രജനീകാന്തിനെക്കാളും വിജയിയെക്കാളും ആസ്തിയേറിയ താരം ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? പലർക്കും ഇതൊരു ഞെട്ടിക്കുന്ന അറിവായിരിക്കും. ആഡംബര വീടുകളടക്കം ഈ സൂപ്പർ താരത്തിനുണ്ട്. പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയോ പൃഥ്വിരാജോ ദുൽഖർ സൽമാനെയോ കുറിച്ചല്ല. ഇത് മലയാളത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡായ മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ പല സൂപ്പർ താരങ്ങളെയും സമ്പത്തിന്റെ കാര്യത്തിൽ മോഹൻലാൽ കടത്തിവിട്ടു. അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം അതിന്റെ തെളിവാണ്. മോഹൻലാലിന് ദുബായിലെ ബുർജ് ഖലീഫയിൽ സ്വന്തമായി ആഡംബര വീടുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണിത്. ദക്ഷിണേന്ത്യയിൽ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ബുർജ് ഖലീഫയിൽ ഫ്ളാറ്റ് ഉള്ളത്. അതുപോലെ നിരവധി ബിസിനസ്സുകളും അദ്ദേഹത്തിനുണ്ട്. നിരവധി ലോക റെക്കോർഡുകളും മോഹൻലാലിനുണ്ട്. 4 ശതാബ്ദത്തോളമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മോഹൻലാൽ. ദക്ഷിണേന്ത്യൻ സിനിമകളിൽ മാത്രമല്ല, ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിരുന്നു മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ. മലയാളത്തിലെ ഒട്ടുമിക്ക കളക്ഷൻ ക്ലബ്ബുകളും മോഹൻലാലിന്റേതാണെന്നാണ് പറയുന്നത്. മലയാളത്തിലെ ആദ്യം 50 കോടി ക്ലബ് ചിത്രം ദൃശ്യമാണ്. അതുപോലെ 100 കോടി പുലിമുരുകനും 150 കോടി ലൂസിഫറുമാണ്. അങ്ങനെ വമ്പൻ കളക്ഷനുകളെല്ലാം മോഹൻലാലാണ് ആദ്യം സ്വന്തമാക്കിയത്. പല സിനിമകളും മോഹൻലാൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആശീർവാദിന്റെ ബാനറിൽ മെഗാ ഹിറ്റ് ചിത്രങ്ങൾ നിരവധി ഉള്ളതും മോഹൻലാലിന്റെ ആസ്തി അടക്കം വർദ്ധിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ വസ്തുവകകളായി മാത്രം നിരവധി ഫ്ളാറ്റുകളും കെട്ടിടങ്ങളുമുണ്ട്. 243 കോടി രൂപ വരും ഇതിന്റെ മാത്രം മൂല്യം. അതിലൊന്നാണ് ബുർജ് ഖലീഫയിലെ ആഡംബര വീട്. എന്നാൽ ഇതിന്റെ വില കൃത്യമായി എത്രയാണെന്ന് അറിയില്ല. ആഡംബര കാറുകളുടെ വലിയൊരു നിരയും മോഹൻലാലിനുണ്ട്. 20 കോടിയാണ് ഈ കാറുകളുടെ വില. നിരവധി റെസ്റ്റോറന്റുകൾ അടക്കം താരത്തിനുണ്ട്. ചാരിറ്റി പ്രവർത്തനത്തിന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ലോകത്തെ ആദ്യ ഫാൻസ് അസോസിയേഷനും മോഹൻലാലിനാണ് ഉള്ളത്. നിലവിൽ മോഹൻലാലാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടൻ. സമീപകാലത്തായി നിരവധി ഫ്ലോപ്പ് ചിത്രങ്ങൾ ഉണ്ടെങ്കിലും ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ മോഹൻലാൽ ഇപ്പോഴും മുന്നിലാണ്. ഒരു ചിത്രത്തിനായി 10-നും 17 കോടിക്കും ഇടയിലാണ് താരം പ്രതിഫലമായി ഈടാക്കുന്നത്. 410 കോടിയാണ് താരത്തിന്റെ ആസ്തി. മോഹൻലാലിന് രജനീകാന്തിനേക്കാളും ആസ്തിയുണ്ട്.